എങ്ങനെയാണ് ഇത്രയും ധീരമായി അവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്? തികച്ചും ടാക്ടിക്കായ ഒരു ആക്ഷനാണ് ഞാൻ സ്വീകരിച്ചത്. സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുള്ള ഒരു കളി. അത് ഫലവത്തായതിൽ വളരെ സന്തോഷമുണ്ട്. മാരകായുധങ്ങളുമായി എത്തിയ അക്രമങ്ങളിൽ നിന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കളക്ടറെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായി ഞാൻ കാണുന്നു. ദാറ്റ്സ് ഓൾ. സാർ ഇന്നലെ അങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ പേര് ക്രെഡിറ്റും ആ സംഭരണക്കാരൻ കൊണ്ടുപോയേനെ. കളിക്കോടോ, മുകുന്ദവർമ്മ ഇനിയും കളിക്കും. നിങ്ങളെയൊക്കെ പോലെ എന്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ചെന്ന ചെറ്റ സംവരണത്തിന്റെ പേരിൽ ഇപ്പൊ എന്റെ സെയിം റാങ്കിലാ. അവനെ ഒതുക്കിയില്ലെങ്കിൽ നാളെ അവനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വരും എനിക്ക്. അത് വരാതിരിക്കാൻ വേണ്ടി കളിച്ച കളി അസലായി. ചാനലുകളിലും പത്രങ്ങളിലും ഇങ്ങനെ നിറഞ്ഞാടുകല്ലേ. മുകുന്ദവർമ്മയുടെ സാഹസിക കഥകളും സർവീസ് ഹിസ്റ്ററികളും മുതല് ഇഷ്ടഭക്ഷണത്തിന്റെയും ധരിക്കുന്ന അടിവസ്ത്രത്തിന്റെയും കളർ വരെയുള്ള വാർത്തകൾ ടി വിയിൽ ഇങ്ങനെ മിന്നിമായല്ലേ. കിത്തനെ കരം പേട്ടി കുട്ടിക്ക് കാര്യം പിടികിട്ടിന്ന് ഒന്ന് അഭിനന്ദിച്ചിട്ട് പോവാന്ന് കരുതി വന്നതാ. ഹാർട്ടി കൺഗ്രാചുലേഷൻ. അന്യന്റെ കുട്ടിയെ കാട്ടി അവൻ എന്റെ കുട്ടിയാണെന്ന് പറയാനുള്ള ഉളുപ്പില്ലായ്മയ്ക്കാണ് സത്യൻ ഡി ഷെയ്ക്കാൻ. യു ആർ കറക്റ്റ്. എനിക്കതിന് യാതൊരു ഉളുപ്പുമില്ല. പറഞ്ഞു വന്നാൽ അയൽപ്പക്കത്തും പരിസര പ്രദേശങ്ങളുമായി ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക്. റോയൽ ബ്ലഡ് അല്ലേ. പണ്ട് കാലത്ത് ക്ഷത്രിയ രക്തമുള്ളവരെ തപ്പിപ്പിടിച്ച് പിള്ളേരുണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയൊരു വിത്താണോ എന്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കുന്നതെന്നാ എന്റെ സംശയം. ദൈവത്തിനൊപ്പം ഞാൻ കരുന്ന തരകൻ സാറിനെ കുറിച്ച് നീ വേണ്ടാതിനം പറഞ്ഞ. നിനക്ക് എന്റെ അച്ഛനാരാണെന്ന് അറിയണ്ട. മീൻകാരൻ വേലായുധന്റെ മോനാണ് ഈ CI സത്യനാഥൻ. മത്ത കുത്ത കുമ്പളം മുളയ്ക്കടാ. Stop it! Sir, he's mad. ഒരു പ്രൊവോക്കേഷനിലാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. ശരിയാണ് സാർ. തടസ്സം പിടിക്കാൻ ചെന്ന് ഞങ്ങൾക്കും കിട്ടി. സാർ ഞാൻ ഒന്നും പറയണ്ട. ഞാൻ നേരിട്ട് കണ്ടതല്ലേ. I will see that you are suspended from service. Now get out of here. അമ്മ ഇതുവരെ റെഡി ആയില്ലേ? അതിന് എങ്ങോട്ടാ പോണേന്ന് നീ പറഞ്ഞോ? നമ്മൾ നാട്ടിൽ പോണു. പോലീസ് പണി വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമ്മളെങ്ങനെ ജീവിക്കും? രണ്ടു വയറ് നിറയേണ്ട കാര്യല്ലേ. അതുപോലെ മീൻ പിടിച്ചാലും ജീവിക്കാം. ആഹാ, പിന്നെ കുറെ പുളിക്കും. ജീവിതകാലം മുഴുവൻ ഒരു മീൻപിടുത്തക്കാരന്റെ ഭാര്യയായിട്ട് ജീവിച്ചോളാം ഞാൻ. ഇപ്പോഴാ ഞാനൊരു സർക്കിൾ ഇൻസ്പെക്ടറുടെ തള്ളയായി കുറച്ച് പത്രാസ് ജീവിക്കണേ. എടാ, കണ്ടവന്റെ അടുക്കളയിൽ എച്ചിൽ കഴുകി മുറ്റം അടിച്ച് ഞാൻ നിന്നെ പഠിപ്പിച്ചതേ ഒരു മീൻകാരന്റെ അമ്മയാവനല്ല. കുറഞ്ഞത് എനിക്കൊരു DIGയുടെ അമ്മ വരെയായിട്ട് പ്രമോഷൻ കിട്ടണം. അമ്മ വരണ്ട. അനധികൃതമായിട്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന DIGയുടെ അമ്മയെ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ചവിട്ടി പുറത്താക്കുമ്പോ വന്നാ മതി. ഞാൻ പോവാ. എടാ മോനെ, അവിടെ നിക്കടാ. പോവല്ലേ മക്കളെ. അമ്മ പറയണ കേക്കടാ. എല്ലാറ്റിനും അമ്മ പരിഹാരം ഉണ്ടാക്കാന്ന്. എടാ സത്യ. ആഹാ, നിന്നെ തിരിച്ചുകൊണ്ടുവരാനുള്ള പണി എനിക്ക് അറിയാടാ. രാത്രി അധികം വൈകണ്ട. ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്നുള്ള ഓർമ്മ വേണം. എത്ര ഓർമ്മയുണ്ടായാലും ഞാൻ ഈ ജില്ല ഭരിക്കുന്ന SP യാ. അയ്യോ എന്റെ സാറേ, എന്റെ മോനെ എല്ലാം കളഞ്ഞിട്ട് പോയി സാറേ. പോലീസ് പണി വേണ്ടെന്ന് പറഞ്ഞവൻ മീൻ പിടിക്കാൻ പോയി സാറേ. മീൻ പിടിക്കാനോ? അതെ സാറേ, ഇനി തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞവൻ മീൻകാരനാ പോയി. അവന്റെ ബാഗിൽ ഒരു ചൂണ്ടക്കൊളുത്തുണ്ടായിരുന്നു സാറേ. സസ്പെൻഷൻ കിട്ടലും നാട്ടിൽ പോകലും ഒക്കെ അവനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അത് നമുക്ക് ശരിയാക്കാം. സാറേ എന്നാ പറഞ്ഞാലും ശരി, ഒരു മീൻകാരന്റെ തള്ളയായിട്ട് ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കത്തില്ല സാറേ. നിനക്കറിയാലോ ജാനു, ശരിയാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാക്കിയിരിക്കും. സാറിന് എനിക്ക് വിശ്വാസം. എന്നാലും പോലീസിൽ അവനെ തിരിച്ചെടുത്തില്ലെങ്കിൽ നാളെ ഈ വീടിന്റെ മുമ്പിൽ കിടക്കുന്നത് ഞാനായിരിക്കത്തില്ല, എന്റെ ശവമായിരിക്കും. എന്റെ കാര്യം നോക്കണ്ട സാർ. CI സത്യനാഥനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ മോശമായ അഭിപ്രായമാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക, എതിർക്കുന്നവരോടൊക്കെ മോശമായിട്ട് പെരുമാറുക, പിന്നെ മേലുദ്യോഗസ്ഥരെ പോലും വകവയ്ക്കാതിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് കിത്തിന കരം പേട്ടി എന്നൊരു ചൊറിയുന്നൊരു ചോദ്യവും. സാർ, ഞാൻ സാക്ഷിയാണ് എല്ലാത്തിനും. അയാളെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഹോം ഡിപ്പാർട്ട്മെന്റ് തന്നെ തലവേനയാ. ശരി, സത്യനെ ഡിസ്മിസ് ചെയ്യാൻ ഞാനും കൂട്ടു നിൽക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്. ഇന്നലെ രാത്രി നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം.
സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരാണ് കളക്ടറെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയതെന്ന് അറിയണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവനവന്റെ മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സുപ്പീരിയേഴ്സിനോട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നലത്തെ ഓപ്പറേഷന്റെ പേരും ക്രെഡിറ്റും ഡിപ്പാർട്ട്മെന്റിലെ അർഹതയില്ലാത്ത ചിലർ കൈക്കലാക്കിയപ്പോൾ സ്വാഭാവികമായും സത്യന് ദേഷ്യം വന്നിരിക്കാം. പോരാത്തതിന് അവനെ പ്രകോപിപ്പിക്കാൻ ചിലർ കച്ചകെട്ടി ഇറങ്ങൂടെ ചെയ്തപ്പോ അവൻ പ്രതികരിച്ചു. ആ തെറ്റിന് അവനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ ഒരു ഡിസ്മിസിൽ ആക്കുന്നതിന് മുമ്പ് ദാ അവന്റെ സർവീസ് ബുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. സത്യം ചെയ്ത നല്ല പ്രവൃത്തികൾ മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അയാളുടെ ക്രെഡിറ്റുകൾ തട്ടിയെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറയും. മാർക്കറ്റ് ജംഗ്ഷനിലെ നക്ഷത്ര വേശ്യാലയം സത്യൻ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ അതിന്റെ ക്രെഡിറ്റ് കിട്ടിയത് ഈ വേണുഗോപാലിനായിരുന്നു. പിന്നെ ചാനലുകളിലും പത്രങ്ങളിലും DYSP വേണുഗോപാലിന്റെ മുഖം മാത്രമായിരുന്നു ഏറെക്കാലം. അതിന്റെ പേരിൽ വേണുഗോപാലിന് ഗുഡ് സർവീസ് സെന്റർ റെക്കമെൻഡ് ചെയ്തതും ഫയലിൽ ഒപ്പിട്ടതും ദേ ഈ കൈകൊണ്ടാണ്. അല്ല, ഇനി ഡിസ്മസലിനൊന്നും ആവശ്യമില്ല. അയാൾ ഈ ജോലി സ്വയം വേണ്ടാന്ന് വെച്ച് പോയി കഴിഞ്ഞു. സാറിന്റെ മുമ്പിൽ ഇത്രയും പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? ഈ നേരത്ത് സത്യനെ എവിടെ പോയി കണ്ടുപിടിക്കുന്ന ഞാൻ ആലോചിക്കണേ. നേരെ ഇരുട്ടിയില്ലേ സാറേ, ഇനി ഇപ്പൊ അവനെ വല്ല ഷാപ്പിൽ നോക്കിയാ മതി. നേരെ മിരിട്ടിയിട്ടൊന്നുമില്ല, കണ്ണീന്ന് ഗ്ലാസ് എടുത്ത് മാറ്റി നോക്കിയാ മതി. നീ എന്താ അങ്കമാലിന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുക? അയ്യോ ദേ സാറേ അവൻ. എവിടെ? ദേ സത്യ, വണ്ടി നിർത്ത് നിർത്ത്, ഇവിടെ തന്നെ. നിർത്തി. എടാ സത്യ, നിന്നെ പിന്നെ പോലീസിൽ എടുത്തടാ. നീ ആ വള്ളം കൂടെ അടുപ്പിച്ചേ. ഇങ്ങോട്ട് അടുപ്പിക്കടാ. നിന്നെ പിടിച്ചുകൊണ്ട് പോകാനൊന്നും അല്ല, എനിക്കും കൂടെ അങ്ങോട്ട് കയറാനാ. ശരിയാവില്ല സാർ. ഞാൻ ഇനി ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇല്ല. മടുത്തു. ജാതിയുടെ പേരിലും അല്ലാതെ ഉള്ള ഈ തരം താഴ്ത്തലുകൾ. ഞാൻ എൻ്റെ അമ്മയുള്ള ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളാം. നീ ഈ പറയുന്നത് ആത്മാർത്ഥതയോടെ ആണെന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ നിനക്ക് കഴിയോ? പറയടാ. എന്റെ കൺമുമ്പിലാ നീ വളർന്നത്. എന്റെ പഴയ കാക്കി കുപ്പായം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്നും സല്യൂട്ട് ചെയ്ത ഒരു 10 വയസ്സുകാരന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു. പഠിക്കണമെന്നും എന്നെ പോലൊരു പോലീസ് ഓഫീസർ ആവണമെന്നുള്ള ആ 10 വയസ്സുകാരന്റെ ആഗ്രഹം അവനെ സർക്കിൾ ഇൻസ്പെക്ടർ സത്യനാഥനാക്കിയത്. എനിക്കറിയണം നിനക്ക് കാക്കി കുപ്പായത്തോട് വെറുപ്പായോന്ന്. ആ പഴയ ബാലന്റെ മനസ്സ് നിനക്കിപ്പോ കൈമോശം വന്നു. മനസ്സ് കൈമോശം വന്നിട്ടൊന്നുമില്ല സാർ. കാക്കിക്കുപ്പായത്ത് വെറുക്കാൻ ഈ ജന്മനിക്ക് കഴിയൂല. പക്ഷേ നിന്നെ തരം താഴ്ത്തുന്നവരോട് പോവാൻ പറയടാ. കാലം അവരെ നിന്റെ വഴിയിലെത്തിക്കും. നിന്റെ മുന്നിൽ സല്യൂട്ടടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്നവരായിട്ട് അതും ഞാൻ ഈ കണ്ണുകൊണ്ട് കാണും. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഞാൻ എന്ത് പറയാനാ? സാറ് തീരുമാനിക്കുന്നൊക്കെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. തൊപ്പി തല വെക്കടാ. ആ ഇതാ പിടിച്ചോ. പോയി വാടാ.